പുറമേന്ന് ഇത്രയും ദാരിദ്ര്യമാണെങ്കിൽ അപ്പൊ അകത്ത അവസ്ഥ എന്തായിരിക്കും? 35 രൂപയ്ക്ക് മാഞ്ചസ്റ്ററിൽ ടിക്കറ്റ് കണ്ടു. അപ്പൊ വിചാരിച്ചു നമുക്ക് ആ വഴി വെയിൽസി പോയാലോ എന്ന്. ഐ ലവ് MC എന്ന മുണ്ടല്ല, മാഞ്ചസ്റ്ററിന്റെ ഷോർട്ട് ഫോമാണ്. എയർപോർട്ട് റെന്റൽ സർവീസിൽ നിന്ന് പ്രീ ബുക്ക് ചെയ്ത കാറാണ് ഞങ്ങൾ എടുത്തത്. പിന്നെ മറ്റേ യൂട്യൂബർ പറഞ്ഞ പോലെ എല്ലാ സൈഡും വീഡിയോ എടുത്തിട്ട് വേണം നമ്മൾ തുടങ്ങണമെങ്കിൽ. ലാസ്റ്റ് പണി കിട്ടരുതല്ലോ. ആദ്യ ദിവസം തന്നെ പേഷായിരിക്കണോ. നല്ല പൊരിഞ്ഞ മഴ. ഇനി എന്ത് ചെയ്യും? അധികം പ്രീ പ്ലാൻ ചെയ്യാത്തൊരു ട്രിപ്പ് ആയതുകൊണ്ട് ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ ഭാവി പരിപാടികളെ കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ച് ആദ്യം കണ്ട മെക്ഡോണൽസിൽ തന്നെ കയറി. അങ്ങനെ തിന്നുകൊണ്ടുള്ള ചർച്ചയ്ക്കൊടുവിൽ ഞങ്ങൾ ആദ്യത്തെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തി. 1-2 വട്ടം പറയാൻ ശ്രമിച്ചിട്ടും പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ആ ചേച്ചിനോട് പറയിപ്പിച്ചത്. UK ഏറ്റവും ലോങ്സ്റ്റ് ആൻഡ് ഹയസ്റ്റ് അക്വഡക്റ്റ് ആണ് ഈ പറഞ്ഞ നേരത്തെ ചേച്ചി പറഞ്ഞ അക്വഡക്റ്റ്. ഒരു പ്രാവശ്യം പേര് ട്രൈ അക്വഡക്റ്റ്. ഐഡിയൽ ഓപ്ഷൻ എപ്പോഴും കയാക്കിംഗ് ആണെന്നുണ്ടെങ്കിലും അന്ന് മഴ ആയതുകൊണ്ട് ഞങ്ങൾ ബോട്ടിംഗ് ആണ് പ്രിഫർ ചെയ്തത്. So I'll just wait for the skipper to give me the thumbs up before you jump off and leave. So just ഗൈഡഡ് ബോട്ട് ടൂർ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിന്റെ ഹിസ്റ്ററി പറഞ്ഞുതരാൻ ഒരു ചേച്ചി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പല തീംസിലുള്ള ബോട്ട്സ് ഇവിടെ കാണായിരുന്നു കേട്ടോ. ഈ ബോട്ട്സിൽ തന്നെ ഇതെങ്ങനെ ബുക്ക് ചെയ്യാമെന്നും അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഈ മഴയുടെ ഒരു വൈബില് ഇത് ആസ്വദിക്കാൻ നല്ല രസമായിരുന്നു. 45 മിനിറ്റ്സ് ആയിരുന്നു ഈ ഒരു ട്രിപ്പ് മുഴുവനും ചെയ്യാനായിട്ട് അവരെടുത്തത്. കൂടാണ്ട് അതിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ അടിപൊളിയായിരുന്നു. ബ്രിഡ്ജിന്റെ സൈഡിലൂടെ ഒരു വഴിയുണ്ട്. അതിലൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ബ്രിഡ്ജിന്റെ ഹൈറ്റ് എത്രയാണെന്ന് നമുക്ക് കാണാൻ പറ്റും. UK എല്ലാ അട്രാക്ഷൻസും 5 മണി ആകുമ്പോഴേക്കും അടയ്ക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ലേറ്റ് ആയതുകൊണ്ടും വീട്ടിൽ പോകാനാണ് തീരുമാനിച്ചത്. അങ്ങനെ പോണ വഴിയാണ് കോൺവേ കാസിൽ കണ്ടത്. കാസിൽ അടച്ചെങ്കിലും അതിന്റെ സൈഡിലൂടെ അവരുടെ സസ്പെൻഷൻ ബ്രിഡ്ജിന്റെ ചിരിക്കണ്ട, ഞാൻ സസ്പെൻഷൻ ബ്രിഡ്ജ് എന്നാ പറഞ്ഞേ. അതിന്റെ വേ ഓപ്പൺ ആയതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഇറങ്ങി. കോൺവേ സെന്ററിൽ നിന്ന് അടുത്ത് തന്നെയായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്ത സ്റ്റേ. പുറത്ത് ഇത്തിരി ഷോക്കായിരുന്നെങ്കിലും അകത്ത് അടിപൊളിയായിരുന്നു. അത്യാവശ്യം സ്പേഷ്യസ് ആയിരുന്നു. ഞങ്ങൾക്ക് 200 പൗണ്ടിന് 3 ഡേയ്സ് അത്യാവശ്യം അടിപൊളി സ്റ്റേ തന്നെയായിരുന്നു. എൻ്റെ ഡീറ്റെയിൽസോ എന്തെങ്കിലും കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ DM ചെയ്താൽ മതി, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ബുക്കിംഗ്.com കയറി കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും കിട്ടും. വെറുതെ കമൻറ്റ് ഒന്നും ചെയ്ത് നമ്മൾ റീച്ച് കൂട്ടരുത് കേട്ടോ. ഇതായിരുന്നു ഞങ്ങളുടെ Day 1, Day 2, 3, 4, 5 ഒക്കെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ബൈ ബൈ.